അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 10 ബുധനാഴ്ച. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയിലെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ നൽകി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇത് ഇന്ത്യക്കാകെയുള്ള അംഗീകാരമെന്ന് നരേന്ദ്രമോദി പ്രതികരിച്ചു. പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. റഷ്യയുടെ അടുത്ത സുഹൃത്തായി ഇന്ത്യയെ കാണുന്നതിന് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ റഷ്യൻ യാത്ര ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ആദ്യമായിട്ടാണ്. യുക്രൈൻ വിഷയത്തിൽ ഇന്നലെ തുറന്ന ചർച്ച നടന്നുവെന്നും കീവിലെ കുട്ടികളുടെ മരണം ഏറെ വേദനിപ്പിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി. യുദ്ധമായാലും ഭീകരവാദമായാലും മനുഷ്യജീവൻ നഷ്ടമാകുന്നത് വേദനാജനകമാണെന്നും തന്റെ അഭിപ്രായം പുടിൻ കേട്ടത് സന്തോഷകരമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്ത് കോൺഗ്രസിനും ഇടതുപാർട്ടികൾക്കും ഒരു ആശയവുമില്ലെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ആദ്യമായി എത്തിയ അദ്ദേഹം തൃശൂരിലെ വിജയത്തിൽ പാർട്ടി പ്രവർത്തകരെ അഭിനന്ദിച്ചു. BJP വടക്കേ ഇന്ത്യൻ പാർട്ടി എന്ന പ്രചാരണം തെറ്റിയെന്നും ആന്ധ്രയിലെയും തെലങ്കാനയിലെയും മികച്ച ജയം ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലും മികച്ച വിജയത്തിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ച പ്രചാരണം തിരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടിയായെന്നും സർക്കാരും മുന്നണിയും ഒരാളിലേക്ക് ചുരുങ്ങിയതിന്റെ അപകടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്നും CPI സംസ്ഥാന കൌൺസിലിൽ വിമർശനം. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയും തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ അത് തുറന്നു സമ്മതിക്കുകയും ചെയ്ത EP ജയരാജൻ മുന്നണി കൺവീനറായിരിക്കാൻ യോഗ്യനല്ലെന്നും EPയുടെ അപക്വമായ നിലപാട് മുന്നണിയുടെ രാഷ്ട്രീയ വിശ്വാസ്യതയെ തന്നെ ബാധിച്ചുവെന്നും കൌൺസിലിൽ അംഗങ്ങൾ തുറന്നടിച്ചു. PSC ബോർഡ് അംഗത്വത്തിനായി കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തോട് CPM സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടിയെന്ന് റിപ്പോർട്ടുകൾ. ഇത് ഗുരുതര വീഴ്ചയാണെന്നും ഉയർന്ന ആരോപണം ഗൌരവമുള്ളതായിട്ടും ജില്ലാ ഘടകം മുഖവിലയ്ക്ക് എടുത്തില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടിയത്. PSC അംഗത്വ നിയമനത്തിനായി CPM നേതാവ് കൈക്കൂലി വാങ്ങിയെന്ന പരാതി ഉയർന്നിട്ടും വിജിലൻസ് അന്വേഷണം പോലും നടത്താത്തത് ദുരൂഹമാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. PSCയുടെ വിശ്വാസ്യത തകർക്കുന്ന ആരോപണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഉന്നത നേതാക്കൾ ഉൾപ്പെടെ CPMനെ അടപടലം ബാധിക്കുന്ന വിഷയമായതിനാൽ കോഴ ആരോപണം ഒതുക്കി തീർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. CPM തിരുത്തലിന് ഒരുങ്ങുകയാണെങ്കിൽ ആലപ്പുഴയിലെ കളയല്ല പിണറായിയിലെ കളയാണ് പറിച്ചു കളയേണ്ടതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അതിനുള്ള ധൈര്യം MV ഗോവിന്ദനുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. അഴിമതിക്കും അനീതിക്കുമെതിരെ ശബ്ദിച്ച കുറ്റത്തിന് G സുധാകരനെ പുറത്താക്കിയാൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ BJP ഉണ്ടെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ആകാശ് തില്ലങ്കേരിയുടെ നിയമലംഘന യാത്രയിൽ ആകാശ് തില്ലങ്കേരി ഓടിച്ച വാഹനത്തിന്റെ ഉടമയായ മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാനെതിരെ കേസെടുത്തു. 9 കുറ്റങ്ങളും 45,500 രൂപ പിഴയും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ വാഹനം വിട്ടു നൽകിയതിലും ഉടമയ്ക്കെതിരെ കേസുണ്ട്. വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 7-ാം തീയതി വയനാട്ടിലൂടെ നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങൾ ഇന്നലെ പോലീസിൽ നിന്ന് ലഭിച്ചതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഗോഡ്സെയെ പ്രകീർത്തിച്ച് വിവാദത്തിലായ NIT അധ്യാപിക പ്രൊഫസർ ഷൈജ ആണ്ടവൻ വീണ്ടും വിവാദത്തിൽ. ഇവർ അയച്ച ഇമെയിൽ സന്ദേശമാണ് വിവാദമായത്. NITയിലെ മുൻ വിദ്യാർത്ഥിയുടെ പ്രകോപനപരമായ സന്ദേശം ഫോർവേഡ് ചെയ്തുള്ള ഇമെയിലിന് എതിരെയാണ് പരാതി. അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ സമൂഹ മാധ്യമങ്ങളിൽ അപമാനിച്ച NITയിലെ വിദ്യാർത്ഥികളുടെ കയ്യും കാലും വെട്ടണമെന്നാണ് പൂർവ്വ വിദ്യാർത്ഥി അജിന്റെ സന്ദേശം. ഇതാണ് ഷൈജ ആണ്ടവൻ ഫോർവേഡ് ചെയ്തത്.
തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഭിന്നശേഷി ഹോസ്റ്റലിലെ 10 വയസ്സുകാരനായ അന്തേവാസിക്ക് കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രോഗലക്ഷണങ്ങൾ കാണുന്നവരുടെ സാമ്പിളുകൾ എത്രയും വേഗം പരിശോധനയ്ക്ക് അയക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. KSU നിയമസഭയിലേക്ക് നടത്തിയ അവകാശ പത്രിക മാർച്ചിൽ സംഘർഷം. SFI അതിക്രമത്തിൽ പ്രതിഷേധിച്ചും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ നിലപാടിനെതിരെയും പ്രതിഷേധമുയർത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സമരക്കാർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് ഉൾപ്പെടെ പരിക്കേറ്റു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായെന്നും ട്രയൽ ഓപ്പറേഷൻ ജൂലൈ 12-ന് ആരംഭിക്കുമെന്നും മന്ത്രി VN വാസവൻ. ജൂലൈ 12-ന് രാവിലെ 10-ന് തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കും. മന്ത്രി VN വാസവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാൾ മുഖ്യാതിഥിയാവും. ഇന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം സെപ്റ്റംബർ-ഒക്ടോബർ മാസത്തിൽ കമ്മീഷൻ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. അനുമതി വാങ്ങാതെ മണിപ്പൂരിൽ നിന്ന് കുട്ടികളെ കേരളത്തിലെത്തിച്ചെന്ന് കണ്ടെത്തൽ. തിരുവല്ല സത്യം മിനിസ്ട്രീസ് എന്ന സ്ഥാപനത്തിൽ താമസിച്ചിരുന്ന 28 കുട്ടികളെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. നടത്തിപ്പുകാർക്കെതിരെ നിയമ നടപടിയുണ്ടാകുമെന്നും ശിശുക്ഷേമ സമിതി വ്യക്തമാക്കി. തൃശൂർ മുളങ്കുന്നത്തുകാവ് കോഴിക്കുന്നിൽ 2 വീലർ സ്പെയർ പാർട്സ് ഗോഡൌണിലുണ്ടായ അഗ്നിബാധയിൽ ഒരു മരണം. വെൽഡിംഗ് തൊഴിലാളിയായ പാലക്കാട് ആലത്തൂർ കാവശ്ശേരി അമ്പലക്കാട് നിബിനാണ് മരിച്ചത്. കോഴിക്കുന്ന് സ്വദേശികളായ സഹോദരങ്ങളുടെ ഉടമസ്ഥയിലുള്ള ഓട്ടോനിറ്റി എന്ന സ്ഥാപനമാണ് കത്തി നശിച്ചത്. തീപിടുത്തത്തിൽ വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായാണ് വിലയിരുത്തൽ. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്തെ? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ആത്മീയ ആചാര്യൻ ദലൈലാമയ്ക്കെതിരെ പോക്സോ കേസെടുക്കണമെന്ന ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി. ഒരു കുട്ടിയുടെ നാവിൽ ചുംബിച്ച സംഭവത്തിലാണ് ഹർജി. കുട്ടികളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളാണ് ഹർജി നൽകിയത്. സംഭവത്തിൽ ദലൈലാമ മാപ്പ് അപേക്ഷിച്ചെന്നും തമാശയായി ചെയ്ത കാര്യമാണ് ഇതെന്ന് അദ്ദേഹം വിശദീകരിച്ചെന്നും കോടതി വ്യക്തമാക്കി. മുംബൈയിൽ ശിവസേന ഷിൻഡെ വിഭാഗം നേതാവിന്റെ മകൻ ഓടിച്ച ആഡംബര കാറിടിച്ച് സ്ത്രീ മരിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതി മിഹിർ ഷാ അറസ്റ്റിൽ. 24-കാരനായ പ്രതി മദ്യലഹരിയിലായിരുന്നെന്ന് എന്നാണ് സൂചന. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. പ്രതിയെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ നീക്കം നടക്കുന്നതായി ശിവസേന ഉദ്ധവ് പക്ഷം ആരോപിച്ചിരുന്നു. രാഷ്ട്രീയ ആരോപണങ്ങൾ മുറുകുന്നതിനിടെയാണ് പ്രതി മിഹിർ ഷാ അറസ്റ്റിലാവുന്നത്. ഗോമാംസം കടത്താൻ കേന്ദ്ര സഹമന്ത്രി ശാന്തനു ഠാക്കൂർ ഔദ്യോഗിക അനുമതി നൽകിയെന്ന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഗോമാംസം കടത്തുന്നതിനുള്ള അനുമതി പത്രം കേന്ദ്രമന്ത്രി ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ BSFന് നൽകിയെന്നാണ് ആരോപണം. ജമ്മുകാശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. ദോഡയിലാണ് വീണ്ടും ഏറ്റുമുട്ടലുണ്ടായത്. 3 ഭീകരർ പ്രദേശത്തുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഭീകരർക്കായുള്ള തിരച്ചിൽ സുരക്ഷാ സേന ഊർജിതമാക്കിയിട്ടുണ്ട്. ഡ്രൈവർ ആവശ്യമില്ലാത്ത ഓട്ടോമാറ്റിക് കാറുകൾ ഇന്ത്യയിൽ അനുവദിക്കില്ലെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി. ഇത്തരം വാഹനങ്ങൾ 80 ലക്ഷം ഡ്രൈവർമാർക്ക് തൊഴിൽ നഷ്ടമാകാൻ ഇടയാക്കുമെന്നും അമേരിക്കയിൽ നടന്ന ചർച്ചകളിൽ ഇക്കാര്യം താൻ ചൂണ്ടിക്കാട്ടിയെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു. ടെസ്ലയുടെ സാധാരണ കാറുകൾ വൈകാതെ ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ മനഃപൂർവ്വമുള്ള പട്ടിണിക്കിടൽ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ മരണത്തിനിടയാക്കിയെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സംഘം. ഇത് വംശഹത്യയുടെ സ്വഭാവത്തിലുള്ള അക്രമമാണെന്നും ഇസ്രായേലിന്റെ നടപടി ഗാസയിലുടനീളം ക്ഷാമത്തിനിടയാക്കിയെന്നും 10 പേരുൾപ്പെട്ട സ്വതന്ത്ര വിദഗ്ധരുടെ സംഘം പ്രസ്താവനയിൽ പറഞ്ഞു. ക്രിക്കറ്റ് മത്സരത്തിനെന്ന പേരിൽ പെൺകുട്ടിയെ തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കോച്ച് മനു സമ്മതിച്ചതായി പോലീസ്. കന്റോൺമെന്റ് പോലീസ് തെളിവെടുപ്പിനായി തെങ്കാശിയിൽ എത്തിച്ചപ്പോഴായിരുന്നു പ്രതിയുടെ കുറ്റസമ്മതം. BCCIക്കും KCIക്കും നൽകാനായി ശരീരഘടന മനസ്സിലാക്കാനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നഗ്ന ചിത്രങ്ങളെടുത്തെന്നും ഇത് കാട്ടി ഭീഷണിപ്പെടുത്തി ചൂഷണം ചെയ്തെന്നുമാണ് പരാതികളിൽ പറയുന്നത്. മുൻ ഇന്ത്യൻ താരം ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി നിയമിച്ചു. സമൂഹമാധ്യമമായ Xലൂടെ BCCI സെക്രട്ടറി ജയ്ഷയാണ് പ്രഖ്യാപനം നടത്തിയത്. 2020 ലോകകപ്പിന് ശേഷം രാഹുൽ ദ്രാവിഡ് ഒഴിയുന്ന സാഹചര്യത്തിലാണ് പുതിയ കോച്ചിനെ തിരഞ്ഞെടുത്തത്.
യൂറോ കപ്പ് ഫുട്ബോളിന്റെ സെമി ഫൈനലിൽ ഫ്രാൻസിനെ 1-2 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ ഫൈനലിൽ പ്രവേശിച്ചു. 9-ാം മിനിറ്റിൽ 1 ഗോളിന് പിന്നിലായ ശേഷം 2 ഗോളുകൾ തിരിച്ചടിച്ചാണ് സ്പെയിൻ ജയം സ്വന്തമാക്കിയത്. യൂറോയിൽ സ്പാനിഷ് സംഘത്തിന്റെ 5ാം ഫൈനലാണിത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.